റോയൽ എൻഫീൽഡ് ഹിമാലയൻ 410 അതാണ് ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒരു കമ്പനിയാക്കിയൊരു മോഡൽ. നമുക്കിന്ന് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 410 കുറിച്ച് സംസാരിക്കാം. ഓൾഡ് മോഡൽ റോയൽ എൻഫീൽഡ് 2014 തൊട്ട് ഒരു ഓഫ് റോഡ് ബൈക്കിന് നോക്കി നടക്കുമായിരുന്നു. പക്ഷേ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനും ഒരു ഓഫ് റോഡ് ബൈക്ക് ആക്കാൻ പറ്റത്തില്ല. കാരണം തണ്ടർബേർഡ് ആയാലും ക്ലാസിക് ആയാലും എല്ലാം ഒറ്റ ഫ്രെയിം, ഒരു ചാസി, ഒരേ എഞ്ചിൻ, അതാണ് അവരുടെ ഡിസൈൻ പോയിക്കൊണ്ടത്. ഡിസൈൻ ഫിലോസഫി അങ്ങനെ ആയിരുന്നു. സോ ഗ്രൗണ്ട് അപ്പ് ആയിട്ട് ഒരു പുതിയ ഡിസൈൻ വേണമായിരുന്നു. അതിന് റോയൽ എൻഫീൽഡുകാർ അപ്പോയിന്റ് ചെയ്ത ഒരാളാണ് പിയറി ടെർബ്ലാഞ്ചെ എന്ന് പറഞ്ഞ ഒരാൾ. ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ഇദ്ദേഹമാണ് ഡ്യൂക്കാറ്റിയുടെ മൾട്ടി സ്ട്രാഡ എന്ന് പറയുന്ന ഇൻക്രെഡിബിൾ ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് മെഷീൻ ഉണ്ടാക്കിയൊരു മനുഷ്യൻ. അതിന്റെ ഹെഡായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങോട്ട് ചാടിച്ചാണ് ഇവര് റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ ഡിസൈൻ പൂർത്തീകരിച്ചത്. ആദ്യമേ ചാസിന്റെ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കുണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ എഞ്ചിനായിരുന്നു. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എഞ്ചിൻ എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിന്റെ എല്ലാം 1950 ഡേറ്റഡ് ആയിട്ടുള്ള പുഷ് റോഡ് ഡിസൈൻസ് ആയിരുന്നു, അഥവാ OHV ഡിസൈൻസ് ആയിരുന്നു. ഇതൊരു മോഡേൺ മോട്ടോർ സൈക്കിളിനകത്ത് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എഞ്ചിൻ ആയിരുന്നില്ല. കാരണം ഓഫ് റോഡിനും പോകാനും പറ്റത്തില്ല, ടോപ്പ് സ്പീഡ് ഒട്ടും കിട്ടത്തില്ല ഈ എക്സിസ്റ്റിംഗ് എഞ്ചിൻസിന്. അതുകൊണ്ട് അവർ ഗ്രൗണ്ട് അപ്പ് ചെയ്യുന്ന ഒരു പുതിയ എഞ്ചിൻ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതാണ് LS410. ഈ LS410 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് സീരീസിലെ അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് എഞ്ചിനാണ്. കാരണം ഇതൊരു SOHC കോൺഫിഗറേഷൻ ആണ്. പിന്നെ ഇതിന് ലോങ് സ്ട്രോക്ക് ക്യാരക്ടർ അവർ പക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ലോങ് സ്ട്രോക്ക് ക്യാരക്ടറാണ് ഒരു ഓഫ് റോഡ് ബൈക്കിന്റെ ഒരു നാഡി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് LS410 തന്നെ ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു KTM അഡ്വഞ്ചർ 390 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു പെട്ടെന്നൊരു കയറ്റം വരുമ്പോഴത്തേക്ക് ഒരിക്കലും ഷോർട്ട് സ്ട്രോക്കിന് ഒരു ലോങ് സ്ട്രോക്ക് പോലെ അടിച്ച് കയറി പോകാൻ പറ്റത്തില്ല. ഓൺ റോഡിൽ പക്കയായിരിക്കുമെങ്കിലും ഒരു കയറ്റം അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് വരുമ്പോഴത്തേക്കും ആ എഞ്ചിന് പല ലിമിറ്റേഷൻ ഉണ്ടാകും. അതായത് ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്, അല്ലെങ്കിൽ ഓവർ സ്ക്വയർ എഞ്ചിനാണെങ്കിൽ. ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആകുമ്പോഴത്തേക്കും അതിനൊരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ടാണ് ഈ LS410 അവർ ഇതിനായിട്ട് എടുത്തത്. ഓക്കെ, എന്തായാലും പിയറി ടെർബ്ലാഞ്ചയുടെ ഫുള്ളായിട്ടുള്ള ഡിസൈൻ ഫിലോസഫിയാണ് ഹിമാലയനകത്തുള്ളത്. അത് അവർ ഉദ്ദേശിച്ചൊരു എക്സ്പെക്ടേഷന് വരികയും ചെയ്തു. എന്നാൽ ഈ എഞ്ചിൻ ഈ ബൈക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ റോയൽ എൻഫീൽഡിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാ ബൈക്ക് പോലെ ഇന്നും ഉണ്ടായിരുന്നു, കുറെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇവർ അഡ്രസ് ചെയ്താണ് കുറെ ബൈക്ക് ആദ്യമേ ഇറക്കിയത്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പേര് പോയത്. എന്തായാലും എനിക്ക് പറയാൻ പറ്റും, ഇതിന്റെ ചാസിസ് ആൻഡ് എഞ്ചിൻ ഈസ് ഇംപെക്കബിൾ ആൻഡ് ഇൻക്രെഡിബിൾ. താങ്ക് യു.